ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഈസി കുക്ക് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹൽവയാണ്. നമ്മൾ പഴം കൊണ്ട് എങ്ങനെ ഹൽവ ഉണ്ടാക്കാമെന്നാണ്. പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 പഴവും ഞാൻ ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. പഴമെല്ലാതും മിക്സിയിലിട്ടിട്ട് വെള്ളമില്ലാണ്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത പഴം നമുക്ക് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിൽ 2 സ്പൂൺ വരുന്ന നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ അരച്ചെടുത്ത നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 3 കഷ്ണം ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ഗ്ലാസ് പാല്, എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ല മിക്സ് ആക്കി എടുക്കാം. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം മൂടി വെക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്ക് അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം പഴമെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനൊപ്പം കുറച്ച് നെയ്യും കൂടി, നല്ല ടേസ്റ്റ് വരും നെയ്യ് ആഡ് ചെയ്താൽ. നെയ്യും കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. 2-3 ആഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നേന്ത്രപ്പഴം ഇട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയിരിക്കണമെന്ന് പറയാൻ തന്നെ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചക്കയുടെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി വരും വരെ എല്ലാവർക്കും ബായ്.